അബുദാബിയിലെ ഒരു പ്രധാന റോഡിൽ പരമാവധി വേഗപരിധി കുറച്ചതായി ഒഫീഷ്യലി ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. അബുദാബി സ്വൈഹാൻ റോഡിലാണ് ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. പരമാവധി വേഗപരിധി ഇനി മുതൽ അവിടെ 100 km/h ആയിരിക്കും. സ്വൈഹാൻ റോഡ് എന്ന് പറയുമ്പോൾ ടുവേർഡ്സ് അബുദാബി സ്വൈഹാൻ ഹിൽസ് റൗണ്ട് അബൌട്ട് മുതൽ സ്വൈഹാൻ വരെയുള്ള ആ ഒരു ഏരിയയിലാണ് ഈ പുതിയ വേഗപരിധി ബാധകമായിരിക്കുക. അതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കും. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ ആ പേഴ്സണൽ കാർ അവിടെ കുറേ ദിവസമൊക്കെ പാർക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ വലിയൊരു എക്സ്പെൻസ് അതിനാവുമെന്നുള്ളത് ഒരു വലിയ കൺസേൺ തന്നെയായിരുന്നു. അപ്പോൾ അതിന് ചെറിയൊരു ഇളവ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഒരു സമ്മർ പീരീഡിൽ, അതായത് ഓഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 15 വരെയുള്ള ഈ ഒരു മാസക്കാലത്തേക്ക് ചില ഇളവുകളാണ് ഇപ്പോൾ നൽകുന്നത്. അപ്പോൾ ഇതനുസരിച്ച് 3 ദിവസത്തേക്ക് എയർപോർട്ടിൽ നമ്മുടെ കാറ് പാർക്ക് ചെയ്യാനായി 100 ദിർഹംസ് ആണ് ഈടാക്കുക. ഒരാഴ്ചത്തേക്കാണെങ്കിൽ 200 ദിർഹംസും 2 ആഴ്ചത്തേക്ക് 300 ദിർഹംസുമായിരിക്കും. ഇത് എയർപോർട്ടിലെ ടെർമിനൽ 1-ലെ പാർക്കിംഗ് ബിയിലും ടെർമിനൽ 2-ലും ടെർമിനൽ 3-ലും ബാധകമായിരിക്കും. ഇന്ന് 2024 ഓഗസ്റ്റ് 9 വെള്ളിയാഴ്ച. ഇന്നത്തെ ഒരു കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ പൊതുവെ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണല്ലോ കുറച്ച് ദിവസങ്ങളായിട്ട്. അതേ രീതിയിൽ തന്നെ തുടരുന്നു. ഇന്ന് വൈകുന്നേരം 7 മണി വരെ പ്രത്യേകിച്ച് ദൂരക്കാഴ്ച വളരെയധികം കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് യാത്ര ചെയ്യുന്ന ആളുകൾ, വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് NCMന്റെ മുന്നറിയിപ്പുള്ളത്. അതുപോലെ ഇന്ന് രാവിലെ പല ഭാഗങ്ങളിലും ചെറിയ രീതിയിലുള്ള മഴയും ഉണ്ടായിട്ടുണ്ട്. അത്ര സ്ഥിരമല്ലാത്തൊരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ വാഹനയാത്രക്കാരാണ് ഇതിനെക്കുറിച്ച് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവ് പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ പ്രവാസി കൂട്ടായ്മയായ പറശ്ശിനി കൂട്ടായ്മയുടെ വാർഷികാഘോഷം നടക്കുകയാണ് ഈ വരുന്ന ഓഗസ്റ്റ് 11 ഞായറാഴ്ച ദുബായിൽ വെച്ച്. ദുബായ് കിസൈസിലെ അല്ലമീർ ടവറിലുള്ള പാർട്ടി ഹാളിൽ വൈകുന്നേരം 5 മണിക്കായിരിക്കും ഈ പരിപാടി നടക്കുക. അബുദാബി നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണങ്ങളുടെ ഭാഗമായി മുനിസിപ്പാലിറ്റി ഇത്തവണ 65 ലക്ഷം പൂച്ചെടികളാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ 2024 13 മില്യൺ പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കുക, അത് സമ്മറിലും വിന്ററിലും ചേർത്തുള്ള കാര്യമാണ്. ഇങ്ങനെ ഒരു വലിയ പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുന്നത്. നഗര സൗന്ദര്യവൽക്കരണം മാത്രമല്ല, ഒരു സന്തുലിതാവസ്ഥ കാത്തു സൂക്ഷിക്കുന്നതിനും സുസ്ഥിരമായ ഒരു വികസനമൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വികസനം നടപ്പിലാക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി അബുദാബി മുനിസിപ്പാലിറ്റി കൂട്ടിച്ചേർത്തിരിക്കുന്നു. അബുദാബിയിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഒരുപാട് എമർജൻസി ലൈനുകൾ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ കാണാറുണ്ട്. അത്യാവശ്യമല്ലാത്ത ഘട്ടങ്ങളിൽ പല ആളുകളും അവിടെ വാഹനം പാർക്ക് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അബുദാബി പോലീസ് കർശനമായൊരു വാർണിംഗ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഒരു കാരണവശാലും എമർജൻസി അല്ലാത്ത ഒരു സിറ്റുവേഷനിൽ ഈ ലൈനുകളിൽ വാഹനം പാർക്ക് ചെയ്യരുത്. അതും അധിക നേരം പാർക്ക് ചെയ്യുന്നത് വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന് വീഡിയോ സഹിതമാണ് അവർ കഴിഞ്ഞ ദിവസം അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പൊതുജനങ്ങളെ അറിയിച്ചിട്ടുള്ളത്. ഏതെങ്കിലും സാഹചര്യത്തിൽ വാഹനം മുന്നോട്ടെടുക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കമാൻഡ് ആൻഡ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ 999 എന്നുള്ള നമ്പറിൽ വിളിക്കുകയും ചെയ്യാം. ദുബായ് വാർത്ത തികച്ചും ലോക്കൽ, 2024 ഓഗസ്റ്റ് 9 വെള്ളിയാഴ്ച.